അവസാനത്തെ SSLC പരീക്ഷ എഴുതി ഒരു മാസത്തെ കാത്തിരിപ്പിനൊടുവിൽ നാളെ നിങ്ങളുടെ റിസൾട്ട് വരുന്ന ദിവസമാണ്. എല്ലാവർക്കും മികച്ച വിജയം തന്നെ ഞാൻ ആശംസിക്കുന്നത്. അതായത് എല്ലാവർക്കും ഫുൾ A+ തന്നെ കിട്ടട്ടെ. നിങ്ങൾ എഴുതിയതിന് പരമാവധി നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടട്ടെ. എല്ലാവർക്കും ഫുൾ A+ കിട്ടാൻ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഓൾ ദ ബെസ്റ്റ്. അപ്പോൾ പലർക്കും ഉള്ളൊരു ഡൗട്ടാണ്, റിസൾട്ട് എങ്ങനെയാണ് അറിയാം. രണ്ട് രീതിയിലാണ് നമുക്ക് SSLCയുടെ റിസൾട്ട് അറിയാൻ സാധിക്കുക. ഒന്ന്, നമ്മൾ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ഒരു വെബ്സൈറ്റിൻ്റെ ലിങ്ക് നമ്മൾ പിൻ ചെയ്തിട്ടുണ്ട്. കേരള സർക്കാരിൻ്റെ SSLCയുടെ റിസൾട്ട് അറിയാനുള്ള ഒഫീഷ്യൽ വെബ്സൈറ്റാണ്. അതിന് ലിങ്ക് നമ്മൾ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ, അത് ഇപ്പം ആ വെബ്സൈറ്റ് അവൈലബിൾ അല്ല, നാളെ 3 മണിക്ക് വിദ്യാഭ്യാസ മന്ത്രി ഔദ്യോഗികമായിട്ട് റിസൾട്ട് അനൗൺസ് ചെയ്തതിന് ശേഷം നിങ്ങൾ വെബ്സൈറ്റിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും അടിച്ചു കൊടുത്താൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും, റിസൾട്ട് കിട്ടും. പക്ഷേ മറ്റൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഏകദേശം 4 ലക്ഷത്തോളം ആളുകളാണ് ഓരോ വർഷവും കേരളത്തിൽ SSLCയുടെ റിസൾട്ട് കാത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും ആളുകൾ ഒരുമിച്ച് ആ വെബ്സൈറ്റിലേക്ക് കയറുമ്പോൾ ചിലപ്പോൾ വെബ്സൈറ്റ് ഹാങ് ആവാനോ ക്രാഷ് ആവാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനൊരു ഓൾട്ടർനേറ്റീവ് അല്ലെങ്കിൽ ഒരു പ്ലാൻ ബി എന്ന നിലക്ക് കേരള ഗവൺമെൻറ് തന്നെ ഇംപ്ലിമെൻറ്റ് ചെയ്ത ഒരു സംഭവമാണത് സഫലം ആപ്പ്. ആ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് നമ്മൾ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ആപ്പ് ഒന്ന് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ സ്പീഡായിട്ടും ക്വിക്കായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ SSLCയുടെ റിസൾട്ട് കിട്ടും. റിസൾട്ട് ഏത് സമയത്താണ് അവൈലബിൾ ആവുക? കൃത്യം ഉച്ചയ്ക്ക് 3 മണിക്ക് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി റിസൾട്ട് ഔദ്യോഗികമായിട്ട് അറിയിക്കും. അതായത് എത്ര ആളുകൾ പരീക്ഷ എഴുതി, എത്ര ആളുകൾ അതിൽ ജയിച്ചു, എത്ര ആളുകൾക്ക് ഫുൾ A+ ഉണ്ട്, എത്ര ആൾ ഏത് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ഫുൾ A+ ഉള്ളത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വിദ്യാഭ്യാസ മന്ത്രി 3 മണിക്ക് അറിയിക്കും. അതിനുശേഷം ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ പൊതുവെ റിസൾട്ട് സൈറ്റിലും അതേപോലെ സഫലത്തിൻ്റെ ആപ്പിലും ഒക്കെ എത്തേണ്ടതാണ്. പക്ഷേ കഴിഞ്ഞ കൊല്ലം 1 അവർ കഴിഞ്ഞിട്ട് 4 മണിക്ക് ശേഷമാണ് റിസൾട്ട് സൈറ്റിലും അതേപോലെ സഫലത്തിൻ്റെ ആപ്പിലൊക്കെ എത്തിയത്. ഇത്തവണ വളരെ ക്വിക്കായിട്ട് തന്നെ പെട്ടെന്ന് തന്നെ എത്തുമെന്ന് നമുക്ക് വിചാരിക്കാം. അപ്പോൾ നിങ്ങളുടെ റിസൾട്ട് നോക്കാനുള്ള വെബ്സൈറ്റിൽ ലിങ്ക് നമ്മൾ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്യുക, ഡീറ്റെയിൽസ് കറക്റ്റായിട്ട് കൊടുക്കുക. അതേപോലെ തന്നെ അത് നിങ്ങൾക്ക് ക്രാഷ് ആവുകയാണെങ്കിൽ സഫലം ഗവൺമെൻറ്റിൻ്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള ആപ്പാണ് സഫലം 2024. ആ ആപ്പ് നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അതിന് ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് തന്നെ നമ്മൾ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് ആ ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ നിങ്ങൾക്ക് അതിലൂടെയും എന്ത് ചെയ്യാം, റിസൾട്ട് കിട്ടും. റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ റിസൾട്ട് എന്ത് ചെയ്യുക, ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. കാരണം ചിലപ്പോൾ സൈറ്റ് ക്രാഷ് ആവുകയോ മറ്റൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ PDF ഡൗൺലോഡ് ചെയ്യാൻ പറ്റാതിരുന്നേക്കും. അപ്പോൾ മക്കളെ നിങ്ങൾ എന്ത് ചെയ്യുക, റിസൾട്ട് നോക്കി ഉടനെ തന്നെ അതിൻ്റെ ആ ഒരു റിസൾട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാൽ അത് നിങ്ങൾക്ക് ഉപകാരപ്പെടും. മക്കളെ, നിങ്ങൾ ഒരു പേടിയും പേടിക്കേണ്ട. നിങ്ങൾ ഒരു വർഷം കഠിനമായിട്ട് പരിശ്രമിച്ചതിൻ്റെ ഏറ്റവും മികച്ച റിസൾട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ ഒരു പേടിയും പേടിക്കേണ്ട. കാരണം നിങ്ങളുടെ അധ്വാനത്തിൻ്റെ, നിങ്ങളുടെ കഷ്ടപ്പാടത്തിൻ്റെ, നിങ്ങൾ രാത്രി ഉറക്കം ഒഴിച്ച് പഠിച്ചതിൻ്റെ, ഞങ്ങൾ രാത്രി ഉറക്കം ഒഴിച്ചും രാവിലെ നേരത്തെ എണീച്ച് നിങ്ങൾക്ക് ലൈവ് എടുത്തതിൻ്റെ ഒക്കെ ഒരു മികച്ച റിസൾട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടട്ടെ. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. എല്ലാവർക്കും ഫുൾ A+ തന്നെ കിട്ടട്ടെ. അപ്പോൾ നിങ്ങൾ റിസൾട്ട് വന്നതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മൾ ആ ഒരു റിസൾട്ട് ഒന്ന് ഇതിനെ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്ത് അറിയിക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ Instagram ID ഒക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതിലേക്ക് നിങ്ങൾ അറിയിക്കുക. സോ എല്ലാവർക്കും ഏറ്റവും മികച്ച റിസൾട്ട് തന്നെ കിട്ടട്ടെ. കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത വെബ്സൈറ്റിൻ്റെ ലിങ്കും ആപ്പിൻ്റെ ലിങ്കും നിങ്ങൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക. സോ ഓൾ ദ ബെസ്റ്റ്. മികച്ച റിസൾട്ട് തന്നെ കിട്ടട്ടെ.